പുതുക്കാൻ ഒത്തുചേർന്ന് കോഴിക്കോട് മാവൂർ ഗ്രാസിം ഫാക്ടറിയിലെ ജീവനക്കാർ. ഫൈബർ ഡിവിഷനിലെ പവർ ഹൌസിൽ ജോലി ചെയ്ത 300ഓളം പേരാണ് മാവൂരിൽ ഒത്തുകൂടിയത്. മാവൂർ ഗ്രാസിം ഫാക്ടറി ഒരു കാലത്ത് മാവൂരിന്റെ മുഖമായിരുന്നു. അടച്ചുപൂട്ടി വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ പ്രതാപകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് അന്നത്തെ തൊഴിലാളികൾ. ഒരു ചുമരിന്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ചവർ. ഫാക്ടറി അടച്ചുപൂട്ടിയപ്പോൾ പല വഴിയായി പിരിഞ്ഞു പോയവർ. അതിരാവിലെ തന്നെ ഇവർ എത്തി. പിന്നെ ഓർമ്മകളിലേക്ക്. ആളുകളെ ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവർ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. കാരണം ആ വയസ്സാവും തോറും ഓരോരുത്തർ പ്രായം വ്യത്യാസത്തിനനുസരിച്ചിട്ട് അവരുടെ രൂപ ചേഞ്ച് ശരീര ചേഞ്ച് ആകെ മാറിയിട്ടുണ്ടല്ലോ. അത് കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നീട് മനസ്സിലായപ്പോൾ എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ഓർമ്മകളും തിരിച്ച് അവർക്ക് കിട്ടുന്നു, ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഫാക്ടറി അടച്ചുപൂട്ടുമ്പോൾ വല്ലാത്തൊരു നോവായിരുന്നു. ഇവിടെ കമ്പനി പൂട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് വിട്ടുപോകുന്ന അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പോയിട്ട് ഇവിടെ നിന്ന് വേറെ ജോലി അന്വേഷിച്ച് പല കമ്പനികളിലും അവിടെ പുറത്ത് ജോലി ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് അവസാനം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ കൊല്ലം റിട്ടയർമെൻറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് എത്തി. അവിടെ എടുത്തിട്ട് ഇവിടെ വന്നപ്പോൾ പഴയ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്ത പല ആൾക്കാരും മുഖം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിലും പേരുകൊണ്ട് എല്ലാവരെയും ഓർമ്മയുണ്ടായിരുന്നു. ഇവരെല്ലാം കുടുംബവും കൊച്ചുമക്കളുമായാണ് മാവൂരിലെത്തിയത്. പാട്ടും കളിയും ചിരിയും എല്ലാമായിരുന്നു ഈ ഒത്തുചേരൽ. കാടുമൂടി നശിക്കുന്ന ഫാക്ടറിയുടെ സ്ഥാനത്ത് പുതിയ എന്തെങ്കിലും വ്യവസായം വേണമെന്നായിരുന്നു ഇവരെല്ലാവരും ആവശ്യപ്പെട്ടത്. 24 കോഴിക്കോട്.